കുറച്ചധികം ദിവസമായിട്ട് ഞാൻ കാത്തിരുന്നൊരു പെട്ടിയാണ് ഇന്ന് ഞാൻ പൊട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊറിയർ സെൻറ്ററിൽ വന്നിരുന്നിട്ട് കാലം കുറയായി. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതും അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ അത് നേരിട്ട് കാണണമെന്നുള്ള ഒരു ആവേശത്തിൽ ഞാനിതൊക്കെ അങ്ങ് വലിച്ചു പറിച്ച് തുറക്കാം കേട്ടോ. എന്നാൽ ഇതാണെന്നുണ്ടെങ്കിൽ തുറക്കാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊറിയർ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ച സമയത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പോയ സമയത്ത് അവർ വേറൊരു പ്രൊഡക്റ്റാണ് തന്നു വിട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സാധനം കൈ കിട്ടാൻ വേണ്ടി കുറേ ഡിലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെന്താണെന്നല്ലേ, ഞങ്ങളുടെ വരമാല പ്രിസർവ് ചെയ്തതാണ് കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ്. ഞങ്ങളുടെ വരമാല വെറുതെ നമ്മൾ ഈ തെങ്ങിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ ഉണക്കി കളയരുത്. അതിന് പകരം ഇതുപോലെ എന്തായാലും പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുള്ളത്. ആൻഡ് ഇത് പ്രിസർവ് ചെയ്ത് തന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. അവളെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ ഈ യൂട്യൂബ് വഴിയാണ്. ഒരിക്കൽ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇടുകയും അതിന് ശേഷം അവൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കമ്പനിയായി പിന്നെ ഞാൻ അവളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് അവൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടെന്ന് അറിയുന്നത്. ആൻഡ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അവളെനിക്ക് വെഡിങ്ങിന് ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. അതോടുകൂടെ ഞാൻ തീരുമാനിച്ചു എന്തായാലും എൻ്റെ വരമാല അവളുടെ അടുത്ത് തന്നെ കൊടുക്കണം കേട്ടോ. സംഭവം ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ റെഡി ആയപ്പോൾ തന്നെ അവൾ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്കത് നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം അത് നോക്കിയിരിക്കുകയും അതുപോലെ അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ മാലയുടെ ഫുള്ള് മുത്തുകളും അതുപോലെ എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഓരോന്നിങ്ങനെ തൊട്ട് നോക്കിയിട്ട് അനുഭവിക്കുകയായിരുന്നു കേട്ടോ. ഇതിലെനിക്ക് സങ്കടമുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല. പുള്ളിക്കാരൻ തിരിച്ച് ജോലി സ്ഥലത്തോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഈ സംഭവം പ്രിസർവ് ചെയ്തിട്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ആൾക്ക് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, ആൾ ലീവിന് വരുമ്പോൾ കാണാൻ പറ്റും. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല അടിപൊളിയാക്കിയിട്ടാട്ടോ സംഭവം എൻ്റെ കൈ കിട്ടിയത്. ഈ മോഡലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 5000 രൂപയും പിന്നെ ഡെലിവറി ചാർജായിട്ട് ഒരു 200 രൂപയും അങ്ങനെ 5200 രൂപയാണ് ആയത്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു കല്യാണ ഫോട്ടോ ആണ് കൊടുത്തത്. അതിന് കാരണം വേറൊന്നുമല്ല, ആ കല്യാണ ഫോട്ടോയിൽ ഞങ്ങളുടെ വരമാലയുടെയും ഫോട്ടോ നന്നായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പിന്നെ അത് തന്നെ ഇതിന് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ പ്ലാൻ ആയിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വരമാല പ്രിസർവ് ചെയ്ത് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലൂം ക്രാഫ്റ്റ് എന്നാണ് അവളുടെ ഇൻസ്റ്റാഗ്രാം ID കേട്ടോ. ഞാനിവിടെ ഫോട്ടോയും സംഭവങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒരുപാട് സന്തോഷമായി ഇത് കിട്ടിയപ്പോൾ കേട്ടോ. ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാനും പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടിൽ ദെൻ ബൈ.